ഏറ്റവും ജാസ്തി ഐ തിങ്ക് മീഡിയയിൽ ചർച്ച വരുന്നത് നമ്മുടെ അൻസിബയും ടിനി ടോമും നീന കുറുപ്പും പിന്നെ ലക്ഷ്മി പ്രിയയും ഇവർ 4 പേരുടെയാണ്. അപ്പോൾ അവരുടെ മെയിൽ കണ്ട് അത് സംബോധിച്ച് നമ്മളുടെ ഒരു പാനൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി അവരുടെ ഒരു അഭ്യർത്ഥന നമ്മൾ കേട്ടേ പറ്റൂ, നമ്മുടെ മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ പക്ഷേ ആരാണ് എന്താണെന്ന് അത് നമ്മൾ മെയിൽ വഴി അവർ പറഞ്ഞു കൊടുക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംഘടനാപരമായ ആൾക്കാർ പരാമർശിച്ച് നമ്മളോട് ഒന്നും ചോദിക്കാതെ നമ്മുടെ മീഡിയ മുമ്പാകെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ EC മെമ്പേഴ്സ് ഉൾപ്പെടെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഷോ കോസ് നോട്ടീസ് കൊടുക്കുന്നുണ്ട് ലീഗലി. അതാണ് നമ്മുടെ ആദ്യത്തേത്. ബിക്കോസ് നമ്മളുടെ മീഡിയ പരമായ കാര്യങ്ങൾ വൺ സൈഡഡ് ആണ് എല്ലാം അറിയണത്. സത്യമായിട്ട് ആർക്കും കറക്റ്റായ സ്റ്റോറി അറിയില്ല. നമ്മളുടെ എല്ലാം ജനറൽ ബോഡി മുമ്പാകെയാണ് ഇതെല്ലാം എടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു ഓഡിയോ റിലീസായിരുന്നു നമ്മുടെ വാച്ച്മാൻ്റെ ആൻഡ് ജനറൽ സെക്രട്ടറി സംസാരിച്ച്. ആ ഒരു ഓഡിയോ ജനറൽ സെക്രട്ടറിൻ്റെ പേഴ്സണൽ ഫോണിൽ നിന്നാണ് ലീക്കായത്. അപ്പോൾ അത് ആരാണെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ ജനറൽ സെക്രട്ടറി അതിൻ്റെ ഉത്തരവാദിത്വം എടുത്തു. നമ്മളുടെ എല്ലാവരെയും മുമ്പിൽ അതിൻ്റെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ആ വോയിസ് മെസ്സേജ് മാല പാർവതി ചേച്ചിക്ക് കൊടുത്തത്. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ ഭയങ്കര രമ്യമായിട്ട് തന്നെയാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ മീഡിയ മുമ്പാകെയുള്ള കാര്യമല്ല സത്യം. അതെ, അല്ല, അൻസിബ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. നമ്മുടെ ഓരോ മെമ്പേഴ്സ് ഇപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒബ്വിയസ്ലി നമ്മുടെ EC മെമ്പേഴ്സ്, നമ്മുടെ എന്തായാലും പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറി ഇല്ലാത്ത ഒരു പാനലും ഉണ്ടാവില്ല. പക്ഷേ അതല്ലാതെ നമ്മുടെ വേറെ പുറത്തുനിന്ന് 3 ആൾക്കാർ, നമ്മുടെ അമ്മ മെമ്പേഴ്സിൽ തന്നെ. അപ്പോൾ 5 ആൾക്കാർ ഉള്ള ഒരു പാനലാണ് ഇതിന് ഉണ്ടാവും.